ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. 2 ലോ ആണുള്ളത്. ഫസ്റ്റ് ലോ ഉണ്ട്, സെക്കൻഡ് ലോ ഉണ്ട്. ഫസ്റ്റ് ലോയുടെ ഒന്ന് അഡീഷനാണ് സെക്കൻഡ് ലോ. ഫസ്റ്റ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു മാഗ്നറ്റിക് ഫീൽഡ്, ഒരു കാന്തമുണ്ട്, അതേപോലെ ഒരു ചാലകം, ഒരു കണ്ടക്ടറുണ്ട്. കറണ്ടിനെ കടത്തിവിടുന്ന വസ്തു എന്നാണ് ചാലകത്തിൻ്റെ അർത്ഥം. അതായത് കറണ്ടിനെ കടത്തിവിടാൻ പറ്റുന്ന ഒരു കണ്ടക്ടറുണ്ട്, അതുപോലെ തന്നെ ഒരു മാഗ്നറ്റ് ഉണ്ട്, കാന്തമുണ്ട്. അപ്പോൾ ഇതിലാരെങ്കിലും ഒരാൾ ചലിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ കണ്ടക്ടറിനെ ചലിപ്പിക്കണം, അല്ലെങ്കിൽ കാന്തത്തിനെ ചലിപ്പിക്കണം. അങ്ങനെയാണെങ്കിൽ ആ കണ്ടക്ടറിൽ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും, പ്രേരിതമാകും, ഉണ്ടാകും. അപ്പോൾ ഒരു മാഗ്നറ്റിക് ഫീൽഡ്, അതേപോലെ ഒരു കണ്ടക്ടറുമുണ്ട്. ഈ കണ്ടക്ടറോ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡോ മൂവ് ചെയ്യുക, ആര് തന്നെ മൂവ് ചെയ്താലും കണ്ടക്ടറിൻ്റെ ഉള്ളിൽ ഒരു EMF പ്രേരിതമാകും, ഇൻഡ്യൂസ് ചെയ്യപ്പെടും. ഇതിനെയാണ് നമ്മൾ ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയാം. അതായത് ഇവിടെ സംഭവിക്കുന്നത്, ഇവിടെ ആര് ചലിക്കുകയാണെങ്കിലും, അഥവാ റിലേറ്റീവ് മോഷൻ എന്ന് പറയുക, ആര് ചലിക്കുകയാണെങ്കിലും ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കണ്ടക്ടറുമായിട്ട് ബന്ധപ്പെട്ട, ആ കണ്ടക്ടറിൽ ടച്ച് ചെയ്യുന്ന, ആ കണ്ടക്ടറിൽ ലിങ്ക് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ അഥവാ മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ അളവിൽ മാറ്റം വരുന്നു. നമ്മൾ ഇത് ചലിക്കുന്ന സമയത്ത് ഒന്നുകിൽ കണ്ടക്ടറോ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡോ ചലിക്കുന്ന സമയത്ത് ആ കണ്ടക്ടറിൽ വരുന്ന ഫ്ലക്സിൻ്റെ അളവിൽ മാറ്റം വരുന്നു. അതാണ് ശരിക്കും സംഭവിക്കുന്നത്. അങ്ങനെ ഒരു കണ്ടക്ടറുമായിട്ട് ബന്ധപ്പെട്ട ഫ്ലക്സിൻ്റെ അളവിൽ ചേഞ്ച് വരുമ്പോൾ അവിടെ EMF ഉണ്ടാകുന്നു. അതാണ് ഇവിടെ സംഭവിക്കുന്ന കാര്യം. മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിലോ, നമ്മൾ പറയും ഒരു കണ്ടക്ടർ മാഗ്നറ്റിക് ഫ്ലക്സിനെ കട്ട് ചെയ്തു എന്ന് പറയും. അതിൻ്റെ അർത്ഥം അത് തന്നെയാണ്. ഒരു കണ്ടക്ടർ ഇങ്ങനെ മാഗ്നറ്റിക് ഫ്ലക്സിൽ അതിൽ കൂടെ കടന്നു പോകുമ്പോൾ ആ ഫ്ലക്സിൻ്റെ അളവ് ആ കണ്ടക്ടറിൽ ടച്ച് ചെയ്യുന്ന, കണ്ടക്ടറിൽ വരുന്ന ഫ്ലക്സിൻ്റെ അളവ് മാറുന്നു. അപ്പോൾ രണ്ട് രീതിയിൽ ഡെഫിനിഷൻ പറയാം. whenever the magnetic flux linked with a circuit changes or whenever the magnetic flux linked with a conductor changes, an EMF is induced in the conductor. അല്ലെങ്കിൽ whenever a conductor cuts the magnetic flux, an EMF is induced in the conductor. എന്താ പറഞ്ഞാലും നമുക്ക് ശരിയാണ്. രണ്ടാമത്തേത്, ഇങ്ങനെ ഉണ്ടായ EMFൻ്റെ അളവ് എത്രത്തോളമുണ്ട്, അതാണ് രണ്ടാമത്. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻഡ്യൂസ്ഡ് EMF ഇസ് ഈക്വൽ ടു ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജസ്. നമ്മൾ പറഞ്ഞു ഫ്ലക്സ് മാറുന്നുണ്ട്, ഒരു കണ്ടക്ടറുമായിട്ട് ബന്ധപ്പെട്ട ഫ്ലക്സിൽ ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്. എത്ര ചേഞ്ച് ഉണ്ട്, അതിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് എത്രയാണ്, അഥവാ അതിൻ്റെ d/dt എത്രയാണ്. അപ്പോൾ ഫ്ലക്സ് ഫൈ ആണ് എന്നുണ്ടെങ്കിൽ d/dt ഓഫ് ഫൈ അഥവാ d∅/dt എത്രയാണ്. ഒരു ഫൈ എന്ന് പറഞ്ഞാൽ ഫ്ലക്സ് പെർ പോളാണ്, ഒരു പോൾ, അല്ലെങ്കിൽ ഫ്ലക്സ് പെർ ടേൺ ആണ്. നമുക്ക് n ടേൺ ഉണ്ടെങ്കിൽ n∅ എന്നാ പറയുക. അപ്പോൾ d/dt ഓഫ് n∅ ആണ്. ഓക്കെ, d/dt ഓഫ് n∅. n നമ്പർ ഓഫ് ടേൺസ് ആയതുകൊണ്ട്, കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് നമുക്ക് പുറത്തേക്ക് എടുക്കാം. സോ n d∅/dt. നമ്മൾ ഇക്വേഷൻ എഴുതുമ്പോൾ ഒരു മൈനസ് ഇടാറുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെൻസസ് ലോനെ സൂചിപ്പിക്കാനാണ്. ലെൻസസ് ലോ എന്ന് പറഞ്ഞാൽ എഫക്റ്റ് ഒപ്പോസസ് എ കോസ്. ഉണ്ടായ റിസൾട്ട് അതിൻ്റെ കോസിനെ, കാരണത്തെ ഒപ്പോസ് ചെയ്യുന്നു. ഇവിടെ ഉണ്ടായിട്ടുള്ളത് EMF ആണ്. അപ്പോൾ ആ EMF എന്ന് പറയുന്ന റിസൾട്ട് അത് അല്ലെങ്കിൽ ആ എഫക്റ്റ് അതുണ്ടാവാൻ കാരണമായ കോസിനെ, കാരണത്തിനെ എതിർക്കുന്നു. ഇവിടെ കാരണം എന്ന് പറഞ്ഞാൽ ഫ്ലക്സിലുണ്ടാകുന്ന ചേഞ്ചാണ്. അപ്പോൾ ആ ഫ്ലക്സിലുണ്ടാകുന്ന ചേഞ്ചിനെ എതിർക്കുന്നു. അതുകൊണ്ട് അത് സൂചിപ്പിക്കാനാണ് മൈനസ് എന്നുള്ള ലെറ്റർ കാണിക്കുന്നത്. ഓക്കെ, ആ ഉണ്ടായ റിസൾട്ട് അതിൻ്റെ കാരണത്തിനെ എതിർക്കുന്നു എന്ന് കാണിക്കാൻ മൈനസ്. അപ്പോൾ E ഈസ് ഈക്വൽ ടു -n∅/dt. അടുത്ത ലെൻസസ് ലോ എന്ന് പറഞ്ഞാൽ എന്താ, ഈ ഡെഫിനേഷൻ നമ്മൾ മൈൻഡ് ചെയ്യാൻ വേണ്ട. ലെൻസസ് ലോ എന്ന് പറഞ്ഞത് ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF ഓർ ഇൻഡ്യൂസ്ഡ് കറണ്ടിനെയാണ് ഡയറക്ഷൻ എന്ന് പറയുക. വോൾട്ടേജിന് EMFന് പൊളാരിറ്റി എന്ന് പറയാം. അപ്പോൾ തൽക്കാലം അങ്ങനെ പറയാതെ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF ഓർ കറണ്ട് ഇസ് സച്ച് ദാറ്റ് ഇറ്റ് ഒപ്പോസസ് ദ വെരി കോസ് പ്രൊഡ്യൂസ്ഡ് ഇറ്റ്. ഒരു ഇൻഡ്യൂസ് ചെയ്തിട്ടുള്ള കറണ്ടിൻ്റെ അളവ്, കറണ്ടിൻ്റെ ദിശ, ഏത് ദിശയിലാണ് കറണ്ട് പോകുന്നത് എന്നുള്ളത് എപ്രകാരമാണ്,
അതിൻ്റെ കാരണത്തിനെ എതിർക്കുന്നത് എങ്ങനെയാണോ ആ കാരണത്തിനെ എതിർക്കാൻ തക്ക രീതിയിലാണ് അവിടെ ഉണ്ടായിട്ടുള്ള കറണ്ട് കടന്നു പോകുന്നത്, അതിൻ്റെ ദിശ എന്ന് പറയുന്നത്. അതായത് കാരണത്തിന് ആ ഉണ്ടായ റിസൾട്ട് എന്ത് ചെയ്യുന്നു, എതിർക്കുന്നു. എഫക്റ്റ് ഓപ്പോസസ് ദ കോസ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ന്യൂമറിക്കൽ പ്രോബ്ലം ഉണ്ട്, അത് നമ്മൾ തൽക്കാലം അവിടെ നിൽക്കട്ടെ. അതിൽ നമുക്ക് ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMFും സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF എന്താണെന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഡൈനാമിക്കലി നമ്മൾ പറഞ്ഞു EMF ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് ആളുകളും ഒരു സംഭവമാണ് വേണ്ടത്. രണ്ട് ആളുകളെന്ന് പറഞ്ഞാൽ ഒരു കണ്ടക്ടർ വേണം, ഒരു മാഗ്നറ്റിക് ഫീൽഡ് വേണം. അവിടെ നടക്കേണ്ട സംഭവം എന്താണ്? മൂന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവയ്ക്കിടയിലൊരു ആരെങ്കിലും ഒരാൾ ചലിക്കണം, റിലേറ്റീവ് മോഷൻ വേണം. ഒന്നുകിൽ കണ്ടക്ടറിന് ചലിക്കാം, അല്ലെങ്കിലോ മാഗ്നറ്റിക് ഫീൽഡിന് ചലിക്കാം. ചലനം എന്തായാലും നിർബന്ധമാണ്. അപ്പോൾ കണ്ടക്ടറോ മാഗ്നറ്റിക് ഫീൽഡോ രണ്ട് പേരും ചലിക്കുന്നില്ല, അങ്ങനെ ഒരു കേസിലും EMF ഉണ്ടാക്കാൻ സാധിക്കും. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് പറയാം. പക്ഷെ ഇപ്പോൾ പറയേണ്ടത് ഒന്നുകിൽ കണ്ടക്ടറോ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡോ മൂവ് ചെയ്തുകൊണ്ട്, ചലിച്ചുകൊണ്ട് EMF ഉണ്ടാകുകയാണെങ്കിൽ അതിന് നമ്മൾ ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF, ഡൈനാമിക് എന്ന് പറഞ്ഞാൽ മൂവിങ് എന്നാണ് അർത്ഥം. അപ്പോൾ ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഫീൽഡ് അല്ലെങ്കിൽ കണ്ടക്ടർ. അപ്പോൾ ഇതിൽ എഴുതിയത് ഫീൽഡ് ഈസ് സ്റ്റേഷനറി ആൻഡ് കണ്ടക്ടേഴ്സ് കട്ട് ദ ക്രോസ്. അങ്ങനെയൊന്നും വേണ്ട, അങ്ങനെ പറയണ്ട. ഡൈനാമിക്കൽ ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറഞ്ഞാൽ ഐദർ ദ കണ്ടക്ടർ ഓർ ദ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് റൊട്ടേറ്റിംഗ്. ഒന്നുകിൽ കണ്ടക്ടർ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് റൊട്ടേറ്റ് ചെയ്യാണ്. അങ്ങനെ EMF ഉണ്ടാവുകയാണെങ്കിൽ ദിസ് EMF is induced. So if the EMF is induced in a conductor as a result of the movement of conductor or the magnetic field, then it is called a dynamically induced EMF. അപ്പോൾ ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF ആണ്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളാണ് DC ജനറേറ്റർ. അങ്ങനെ ജനറേറ്റർ എല്ലാം അതിന് എക്സാമ്പിളാണ്, ജനറേറ്റർ മോട്ടർ. അപ്പോൾ ഇതുവഴി ഇൻഡ്യൂസ്ഡ് EMF കാണാനുള്ള ഇക്വേഷൻ E is equal to BLV sin theta. E is the induced EMF, B is the magnetic flux density, L is the active length of the conductor. Active length എന്ന് പറഞ്ഞാൽ ഫ്ലക്സ് കടന്നു പോകുന്ന അളവ്, ഫ്ലക്സ് കടന്നു പോകുന്ന നീളം. V എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ദി കണ്ടക്ടർ. സൈൻ തീറ്റ is the angle between the flux density B and velocity V, BVക്ക് ഇടയിലുള്ള ആംഗിൾ. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF is given by. ഇങ്ങനെ ഉണ്ടായ ഇൻഡ്യൂസ്ഡ് EMFിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യുന്നു. അടുത്തത് സ്റ്റാറ്റിക്കൽ ഇൻഡ്യൂസ്ഡ് EMF എന്താണ്? സ്റ്റാറ്റിക്കൽ ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറഞ്ഞാൽ കണ്ടക്ടറും മൂവ് ചെയ്യുന്നില്ല, അതേപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡും മൂവ് ചെയ്യുന്നില്ല. ആരും മൂവ് ചെയ്യുന്നില്ല. നൈദർ ദ കണ്ടക്ടർ നോർ ദ മാഗ്നറ്റിക് ഫീൽഡ് മൂവ്സ് ബട്ട് EMF ഈസ് പ്രൊഡ്യൂസ്. പക്ഷേ EMF അവിടെ ഉണ്ടാകുന്നുണ്ട്. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ EMF എന്ന് നമ്മുടെ ഈ ഫ്ലക്സ് എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റിംഗ് ഫ്ലക്സ് ആണ്, ടൈമിനനുസരിച്ച് വാരി ചെയ്യുന്ന ഫ്ലക്സ് ആണ്, ടൈം വാരിയിങ് ഫ്ലക്സ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ടൈം വാരിയിങ് ഫ്ലക്സ് ആണെങ്കിൽ, അഥവാ ടൈമിനനുസരിച്ച് മാറുന്ന ഫ്ലക്സ് ആണ് എന്നുണ്ടെങ്കിൽ, അങ്ങനെ ടൈമിനനുസരിച്ച് മാറുന്ന ഫ്ലക്സ് കാരണം നമുക്കൊരു കണ്ടക്ടറിൽ കൂടി ആ ഫ്ലക്സ് കടന്നു പോകുകയാണെങ്കിൽ ആ കണ്ടക്ടറുമായിട്ട് ബന്ധപ്പെട്ട ഫ്ലക്സിൻ്റെ അളവ് മാറുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഈ ഫ്ലക്സിന് ആ മാഗ്നറ്റിനെ മൂവ് ചെയ്യിപ്പിക്കുന്നില്ല, കണ്ടക്ടറിനെയും മൂവ് ചെയ്യിപ്പിക്കുന്നില്ല. പക്ഷേ ആ ഫ്ലക്സ് എന്ന് പറയുന്നതിൻ്റെ നേച്ചർ തന്നെ മൂവിങ് ആണ്, അല്ലെങ്കിൽ ചേഞ്ചിങ് ആണ്, ടൈമിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ കൂടി മാക്സിമം കുറഞ്ഞു സീറോ, കൂടി നെഗറ്റീവ് മാക്സിമം കുറഞ്ഞു സീറോ, കൂടി പോസിറ്റീവ് മാക്സിമം കുറഞ്ഞു സീറോ, കൂടി നെഗറ്റീവ് മാക്സിമം കുറഞ്ഞു സീറോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ശരിക്കും ഫീൽഡിനെ മൂവ് ചെയ്യിപ്പിച്ചിട്ടല്ല അത് സംഭവിക്കുന്നത്. പകരം നമ്മുടെ ഫ്ലക്സിൻ്റെ നേച്ചർ എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റിംഗ് ആണ്, ഡയറക്റ്റ് കറണ്ട് അല്ല. അത് വെച്ചിട്ടല്ല ഫ്ലക്സ് ഓൾട്ടർനേറ്റിംഗ് നേച്ചർ ഓഫ് ഫ്ലക്സ് ആണ്. സോ ഹിയർ വി ആർ നോട്ട് മൂവിങ്, ഹിയർ വി ആർ നൈദർ മൂവിങ് ദ മാഗ്നറ്റിക് ഫീൽഡ് nor moving the conductor, but still the EMF is produced or induced. It is because of the reason that
The nature of the the nature of the flux is alternating or time varying. നമ്മുടെ ഫ്ലെക്സിൻ്റെ നേച്ചർ എന്ന് പറയുന്നത് ടൈം വാരിയിങ് ആണ്. അതുകൊണ്ടാണ് ഇവിടെ എഴുതി വെച്ചത് കണ്ടക്ടർ ഓർ കോയിൽ റിമെയിൻ സ്റ്റേഷനറി ആൻഡ് ഫ്ലെക്സ് ലിങ്ക്ഡ് വിത്ത് ഇസ് ചേഞ്ചഡ് ബൈ സിംപ്ലി ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ് ദ കറണ്ട് പ്രൊഡ്യൂസിങ് ഫ്ലെക്സ്. ഇവിടെ ഉദ്ദേശിച്ചത് അപ്പോൾ ഇങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യമൊന്നുമില്ല. എന്ത് പറഞ്ഞാൽ മതി, കണ്ടക്ടർ മൂവ് ചെയ്യുന്നില്ല, മാഗ്നറ്റിക് ഫീൽഡും മൂവ് ചെയ്യുന്നില്ല, രണ്ട് കാര്യം പറയണം. പിന്നെ എന്താ മാറുന്നത്, ഇവിടെ ഉണ്ടാകുന്ന ഫ്ലെക്സിൻ്റെ നേച്ചർ ഓഫ് ദ ഫ്ലെക്സ് ഇസ് ടൈം വാരിയിങ്. അതങ്ങനെ എഴുതി വയ്ക്കാം. ഓക്കെ, അപ്പോൾ എന്താ സംഭവം, നേച്ചർ ഓഫ് ദ ഫ്ലെക്സ് ടൈം വാരിയിങ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഫ്ലെക്സ് ഉണ്ടാക്കാൻ നമ്മൾ എന്താ ചെയ്യുക, ഇപ്പോൾ എപ്പോഴും പഠിച്ചു വയ്ക്കുക, ഒരു കോയിലിൽ കൂടി, ഒരു കണ്ടക്ടറിൽ കൂടി കറണ്ട് കൊടുത്താൽ അവിടെ അതിന് ചുറ്റും ഫ്ലെക്സ് ഉണ്ടാകുന്നു, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നു എന്നാണ്. അങ്ങനെ ഇലക്ട്രോ മാഗ്നറ്റ് എന്നാ പറയാം. അപ്പം നമ്മൾ കൊടുക്കുന്ന കറണ്ട് ടൈം വാരിയിങ് കറണ്ടാണ്, ഓൾട്ടർനേറ്റിംഗ് കറണ്ടാണെന്ന് എ സി ആണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഫ്ലെക്സും ഓൾട്ടർനേറ്റിംഗ് ആയിരിക്കും. അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്, അതാണ് ഈ പറഞ്ഞത്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന നമുക്കിങ്ങനെ ടൈം വാരിയിങ് നേച്ചറുള്ള ഫ്ലെക്സ് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് കറണ്ട് കൊടുക്കണം, എ സി കൊടുക്കണം. ഡി സി കൊടുത്താലോ അങ്ങനെ കിട്ടില്ല. നേരത്തെ കൊടുത്തതൊക്കെ എന്താ, നേരത്തെ കൊടുത്തതൊക്കെ ഡി സിയാണ്. അപ്പോൾ ഡി സി അതുകൊണ്ട് ടൈം വാരിയിങ് നേച്ചർ അല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്നുകിൽ കണ്ടക്ടറിനെയോ അല്ലെങ്കിൽ മാഗ്നറ്റിനെയോ മൂവ് ചെയ്യണം. ഇവിടെ കണ്ടക്ടറിനെയും മാഗ്നറ്റിനെയും മൂവ് ചെയ്യണ്ട, അല്ലാതെ തന്നെ ഫ്ലെക്സ് മാറുന്നുണ്ട്. അതെങ്ങനെയാണ്, കാരണം നമ്മൾ കൊടുത്ത കറണ്ട്, ഫ്ലെക്സ് ഉണ്ടാക്കാൻ നമ്മൾ കൊടുത്ത കറണ്ട് എ സി ആണ്, ഓൾട്ടർനേറ്റിംഗ് ആണ്. അപ്പോൾ അവിടെയുള്ള ഫ്ലെക്സും ഓൾട്ടർനേറ്റിംഗ് ആണ്, ടൈം വാരിയിങ് ആണ്. അപ്പോൾ ഫ്ലെക്സ് ഓൾറെഡി മാറും. ഇത് ട്രാൻസ്ഫോമറിലൊക്കെ സംഭവിക്കുന്നത് സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ സ്റ്റേഷനറി, അനങ്ങാത്തതെന്നാണ്. അപ്പോൾ മൂവിങ് പാർട്സ് ഇല്ല, നമ്മുടെ കണ്ടക്ടർ മൂവ് ചെയ്യുന്നില്ല, മാഗ്നറ്റും മൂവ് ചെയ്യുന്നില്ല. പിന്നെ എന്താ സംഭവിക്കുക, പകരം നമ്മുടെ ആ നേച്ചർ ഓഫ് ഫ്ലെക്സ് മാത്രം അതിങ്ങനെ ഓൾട്ടർനേറ്റിംഗ് ആയതുകൊണ്ട് സംഭവിക്കുന്നു. സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറഞ്ഞാൽ രണ്ട് ടൈപ്പ് ഉണ്ട്. സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF ഉണ്ട്, മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് EMF ഉണ്ട്. നമ്മൾ ഈ ഒരു ചിത്രം മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ഈസി ആയിട്ട് കിട്ടും. ഈ ഒരു ചിത്രപ്രകാരം എന്താണ് സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF, മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് EMF എന്നുള്ള പറയാൻ പോവാണ്. നമ്മൾ ഇതൊരു ഒരു 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 സോഫ്റ്റ് അയൺ പീസോ അല്ലെങ്കിൽ ഒരു അയൺ കോറാണ്, നമ്മൾ എന്തെങ്കിലും ഒരു അയൺ കോറാണ് ഈ വെച്ചിട്ടുള്ളത്. ഓക്കെ, ആ അയൺ കോറിൽ ഇവിടെ ഒരു വൈൻഡിങ് ചുറ്റി വെച്ചിട്ടുണ്ട്, രണ്ടാമത്തെ സ്ഥലത്തും ഒരു വൈൻഡിങ് ചുറ്റി വെച്ചിട്ടുണ്ട്. ഒന്നാമത്തെ സ്ഥലത്ത് വൈൻഡിങ് ചുറ്റി വെച്ചാൽ ഒരു ബാറ്ററി കണക്ട് ചെയ്തു, രണ്ടാമത്തെ സ്ഥലത്ത് വൈൻഡിങ് ചുറ്റി വെച്ചെടുത്തൊരു ബൾബ് കണക്ട് ചെയ്തു, ലോഡ്. പിന്നെ നമ്മുടെ ഈ വൈൻഡിങ് ഇൻസുലേറ്റ് ചെയ്തിട്ടുണ്ട്, ഈ വൈൻഡിങ്ങും ഇൻസുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് വൈൻഡിങ്ങുകൾ തമ്മിൽ യാതൊരു ഇലക്ട്രിക്കൽ കണക്ഷനും ഇല്ല. അപ്പോൾ ഈ രണ്ട് വൈൻഡിങ്ങുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻസുലേറ്റ് ചെയ്തിട്ടാണ് വെച്ചത്, രണ്ടും പരസ്പരം കണക്ഷൻ ഇല്ല. അപ്പോൾ എന്ത് സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ബാറ്ററി കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, അവിടെ ഒരു സ്വിച്ചും കൂടെ കാണിച്ചിട്ടുണ്ട്, കേട്ടോ. ആ സ്വിച്ച് ഓണാക്കും, ആ സ്വിച്ച് ഓഫാക്കും, ആ സ്വിച്ച് ഓണാക്കും, ഓഫാക്കും. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ ഇവിടെ കൊടുത്തത് ഏതിൻ്റെ എഫക്റ്റ് ഉണ്ടാക്കും, എ സിയെ പോലെ വർക്ക് ചെയ്യും. അതായത് സ്വിച്ച് ഓണാക്കുമ്പം അവിടെ ഫ്ലെക്സ് ഉണ്ടാവും, സ്വിച്ച് ഓഫാക്കുമ്പോൾ ഫ്ലെക്സ് ഉണ്ടാവില്ല, ഓണാക്കുമ്പോൾ ഫ്ലെക്സ് ഉണ്ടാവും, ഓഫാക്കുമ്പോൾ ഫ്ലെക്സ് ഉണ്ടാവില്ല, കറണ്ട് ഉണ്ടാവില്ല. ഓണാക്കുമ്പോൾ ഫ്ലെക്സ് ഉണ്ടാവും, കറണ്ട് ഉണ്ടാവും, ഓണാക്കിയില്ലെങ്കിൽ കറണ്ട് ഉണ്ടാവില്ല. എന്ന് പറഞ്ഞാൽ ഈ സ്വിച്ചിങ് ആക്ഷൻ നടക്കുക. അപ്പോൾ ഇങ്ങനെ കൊടുക്കുന്നതിന് പകരം നമുക്കിവിടെ എന്ത് കൊടുത്താലും മതി, ഇവിടെ എ സി കൊടുത്താലും മതി. അപ്പോൾ ബാറ്ററി ഡി സി ആണ്, ഡി സി കൊടുക്കുമ്പോൾ ഒരു സ്വിച്ച് കൊടുത്ത് ഓണാക്കുക, ഓഫാക്കുക, ഓണാക്കുക, ഓഫാക്കുക, അങ്ങനെ ഒരു എ സിൻ്റെ റിസൾട്ട് ഉണ്ടാക്കണം. അങ്ങനെ ആകുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വൈൻഡിങ്ങിൽ കൂടെ കറണ്ട് കടന്നു പോകുന്ന കറണ്ടിൻ്റെ അളവ് എ സി ആണെങ്കിൽ കുഴപ്പമില്ല, ഇനി എ സി അല്ലെങ്കിൽ സ്വിച്ച് വെച്ച് അത് ഓഫാക്കുക, ഓണാക്കുക ആണോ, അപ്പോൾ എന്താ സംഭവിക്കുക, അപ്പോൾ എ സിയെ പോലെ അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, പിന്നെ ഇല്ല, കറണ്ട് ഉണ്ട്, കറണ്ട് ഇല്ല, കറണ്ട് ഉണ്ട്, കറണ്ട് ഇല്ല. ആ രീതിയിലേക്ക് വരുമ്പം അവിടെ എന്തുണ്ടാകും, അവിടെ ഉണ്ടാകുന്ന ഫ്ലെക്സും അതേപോലെ ആകും. ഇവിടെ അല്ലെങ്കിൽ എ സി കൊടുത്താൽ എ സി ഉണ്ടാക്കുമ്പോഴും അതുപോലെ ടൈമിനനുസരിച്ച് വരി ചെയ്യുന്ന ഫ്ലെക്സ്, ആ ഫ്ലെക്സ് ഈ കോറിൽ കൂടെ ഇങ്ങനെ മൂവ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, നമ്മളിവിടെ കൊടുക്കുന്നത് എവിടെയാണ്, ഈ ഒന്നാമത്തെ കോയിലാണ് കൊടുക്കുന്നത്. പക്ഷേ ആ ഫ്ലെക്സ് ഇതിലേക്ക് കൂടെ മൂവ് ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ കോയിൽ മാത്രമല്ല, ഈ ഒന്നാമത്തെ കോയിലും രണ്ടാമത്തെ കോയിലൊക്കെ ആയിട്ട് ഈ കോറിൽ കൂടി ഇങ്ങനെ സഞ്ചരിക്കുന്നുണ്ട് ഫ്ലെക്സ്. അപ്പോൾ കൊടുക്കുന്നത്, നമ്മൾ കറണ്ട് കൊടുക്കുന്നത് ഒന്നാമത്തെ കോയിലാണ്. ആ ഒന്നാമത്തെ കോയിൽ ഫ്ലെക്സ് ഉണ്ടായി, പക്ഷേ ആ ഫ്ലെക്സ് നമ്മുടെ കോറിൽ കൂടി ഇങ്ങനെ കടന്നുപോയി രണ്ടാമത്തെ കോയിലും ലിങ്ക് ചെയ്യുന്നുണ്ട്, ഒന്നാമത്തെ കോയിലും ലിങ്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫ്ലെക്സ് ഉണ്ടാക്കുന്നത് ആരാണ്, യഥാർത്ഥത്തിൽ ഒന്നാമത്തെ കോയിലാണ്, പക്ഷേ അത് രണ്ട് കോയിലുകളുമായിട്ടും ലിങ്ക് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ഈ ഫ്ലെക്സിൻ്റെ നേച്ചർ എന്താണ്, എ സി ആണ്, ഓൾട്ടർനേറ്റിംഗ് ഫ്ലെക്സ് ആണ്. അപ്പോൾ ഓൾട്ടർനേറ്റിംഗ് ഫ്ലെക്സ് ഒരു കോയിലിൽ ടച്ച് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, അത് കോയിൽ എന്തുണ്ടാകുന്നു, EMF ഉണ്ടാകുന്നു. സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF ആണ്. എത്ര കോയിൽ ഉണ്ടാകുന്നു, ഒന്നാമത്തെ കോയിലും കിട്ടുന്നു, രണ്ടാമത്തെ കോയിലും കിട്ടുന്നു. കാരണം രണ്ട് കോയിലും പിന്നെ എന്താ ചെയ്യുന്നത്, ഈ ടൈം വാരിയിങ് ഫ്ലെക്സിനെ കട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ രണ്ട് കോയിൽ എന്താ വ്യത്യാസമുള്ളത്, ഒന്നാമത്തെ കോയിൽ അതേ കോയിലൊരു കറണ്ട് കൊടുത്തപ്പോൾ
ആ കറണ്ട് കാരണം ഒരു ഫ്ലക്സ് ഉണ്ടായി. ആ ഫ്ലക്സ് ഈ നമ്മുടെ ആ കോയിലും തമ്മിൽ എന്താ പറയുക, ഒരു പിന്നെ റിലേറ്റീവ് മോഷൻ ഉണ്ടായി, ഫ്ലക്സിൽ ചേഞ്ച് ഉണ്ടായിട്ടാണ് ഇ എം എഫ് ഉണ്ടാകുന്നത്. പക്ഷേ രണ്ടാമത്തെ കോയിലിൻ്റെ കേസിൽ പിന്നെ ഇ എം എഫ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്, ഇൻഡ്യൂസ് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കോയിൽ കറണ്ട് കൊടുത്തതിൻ്റെ ഫലമായിട്ടാണ്. അപ്പോൾ ഒന്നാമത്തെ കോയിൽ കറണ്ട് കൊടുത്തതിൻ്റെ ഫലമായിട്ട് രണ്ടാമത്തെ കോയിലിൽ ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്താൽ അതിനെ മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്ന് പറയുക. ഒന്നാമത്തെ കോയിലിൽ കറണ്ട് കൊടുത്താൽ അതേ കോയിലിൽ തന്നെ കറണ്ട് ഉണ്ടായാൽ അതിനെ സെൽഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്ന് പറയുക. അപ്പോൾ ഒരു കോയിൽ നമ്മൾ കറണ്ട് കൊടുത്ത് അതേ കോയിലിൽ തന്നെ ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ സെൽഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്നും, ഒരു കോയിൽ കറണ്ട് കൊടുത്ത് അപ്പുറത്തെ കോയിൽ, നൈബറിങ് കോയിൽ, അയൽവാസിയായ കോയിൽ കറണ്ട് ഉണ്ടാവുകയാണെങ്കിൽ ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെ മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്നും, ഈ പ്രോസസ്സിനെ യഥാക്രമം സെൽഫ് ഇൻഡക്ഷൻ, മ്യൂച്വൽ ഇൻഡക്ഷൻ എന്നും വിളിക്കുന്നു. അപ്പോൾ ഇവിടെ നോക്കുക, സെൽഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദ ഇ എം എഫ് ഇൻഡ്യൂസ്ഡ് ഇൻ എ കോയിൽ ഡ്യൂ ടു ദ ചേഞ്ച് ഓഫ് ഇറ്റ്സ് ഓൺ ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ഇറ്റ്. അതിൻ്റെ തന്നെ ഫ്ലക്സിൽ ചേഞ്ച് ഉണ്ടാവുന്ന കാരണം, അതിൻ്റെ തന്നെ ഫ്ലക്സ് തന്നെ അതേ കോയിൽ കറണ്ട് കൊടുക്കുക എന്നർത്ഥം അല്ലേ? ഓക്കെ. പിന്നെ കോഎഫിഷ്യൻ്റ് ഓഫ് സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്ന സാധനമുണ്ട്. കോഎഫിഷ്യൻ്റ് ഓഫ് സെൽഫ് ഇൻഡക്ഷൻ കാണാൻ ഇക്വേഷൻ പഠിച്ചേക്കുക. L is equal to phi/n/i, യൂണിറ്റ് ഹെൻറി. യൂണിറ്റ് എന്താണ്? ഹെൻറിയാണ്. രണ്ടാമത്തെ മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദ ചേഞ്ച് ഇ എം എഫ് ഇൻഡ്യൂസ്ഡ് ഇൻ എ കോയിൽ ഡ്യൂ ടു ദ ചേഞ്ച് ഓഫ് ഫ്ലക്സ് ഇൻ ദ അതർ കോയിൽ. അപ്പുറത്തുള്ള കോയിൽ ഫ്ലക്സ് ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് ഇപ്പുറത്ത് മറ്റേ കോയിലിൽ ഇ എം എഫ് ഉണ്ടാവുകയാണെങ്കിൽ. കോഎഫിഷ്യൻ്റ് ഓഫ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് അത് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ M is equal to N2 phi1/I1 ആണ്. N2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡ് കോയിൽ, phi1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലക്സ് ഇൻ ദ ഫസ്റ്റ് കോയിൽ, I1 എന്ന് പറഞ്ഞാൽ ഫ്ലക്സ് ഇൻ ദ കറണ്ട് ഇൻ ദ ഫസ്റ്റ് കോയിൽ. അപ്പോൾ L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ phi_n/I ആണ്. M എന്ന് പറഞ്ഞാൽ phi1N2/I1. പ്രത്യേകമായിട്ട് പറയണം, കാരണം മ്യൂച്വൽ എന്ന് പറയുമ്പോൾ രണ്ട് കോയിലും പറയേണ്ടതാണ്. സെൽഫ് എന്ന് പറയുമ്പോൾ ഒരൊറ്റ കോയിൽ, ആ കോയിൽ മാത്രമാണ്. മ്യൂച്വൽ എന്ന് പറയുമ്പോൾ രണ്ട് കോയിൽ പരസ്പരം എന്നാണ് അർത്ഥം. ഓക്കെ. അടുത്ത സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാം സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കോയിൽ കറണ്ട് കൊടുത്തപ്പോൾ അതേ കോയിൽ തന്നെ എന്തുണ്ടായി? ഇ എം എഫ് ഉണ്ടായി എന്ന് പറഞ്ഞു. അപ്പം സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോയിലിൽ കൂടെ നമ്മൾ പറയുകയാണ് ഇറ്റ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് ദ കോയിൽ ഡ്യൂ ടു വിച്ച് ഇറ്റ് ഒപ്പോസസ് എനി ഇൻക്രീസ് ഓർ ഡിക്രീസ് ഓഫ് കറണ്ട് ത്രൂ ഇറ്റ്. ഒരു ഇൻഡക്ടറിന് അല്ലെങ്കിൽ ഒരു കോയിലിന് ഒരു പ്രത്യേകത ഉണ്ട്. അതിൽ കൂടിയുള്ള കറണ്ടിൻ്റെ അളവിനെ കൂട്ടാനോ കുറയ്ക്കാനോ സമ്മതിക്കൂല. അപ്പോൾ ഒരു കോയിലിൻ്റെ പ്രോപ്പർട്ടിയാണ് ഇറ്റ് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് ദ കോയിൽ വിച്ച് ഒപ്പോസസ് ദ ഇൻക്രീസ് ഓർ ഡിക്രീസ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ത്രൂ ഇറ്റ്. ഒരു കോയിലിൽ കൂടെ കറണ്ട് കടന്നു പോവാണ്, അത് കറണ്ട് പെട്ടെന്ന് കൂടിയ കുറേ ചെയ്താൽ അതിനെ എതിർക്കും, അതിനെ അനുകൂലിക്കില്ല, അതിനെ സമ്മതിക്കില്ല. ആ ഒരു സ്വഭാവത്തിനെ സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് പറയും. അതിന് ഇലക്ട്രിക്കൽ ഇനേർഷ്യ എന്നും ഇലക്ട്രോ മാഗ്നറ്റിക് ഇനേർഷ്യ എന്നൊക്കെ പറയാറുണ്ട്. ഇനേർഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാറാനുള്ള ബുദ്ധിമുട്ട്. ഒരു 5 ആമ്പിയർ കറണ്ട് കടന്നു പോവുകയാണെങ്കിൽ അതിനെ പെട്ടെന്ന് 6 ആമ്പിയറോ അല്ലെങ്കിൽ 3 ആമ്പിയറോ ആക്കിയാൽ മൂപ്പര് സമ്മതിക്കില്ല എന്നർത്ഥം. നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരാൾ ഓടാൻ തന്നെയുള്ള ടെൻഡൻസി ഉണ്ടല്ലോ, പെട്ടെന്ന് നിൽക്കില്ലല്ലോ, നമ്മൾ കുറച്ചും കൂടെ ഓടണ്ടേ, അതാണ് ഇനേർഷ്യ എന്ന് പറയുന്നത്. അതുപോലെ ഇലക്ട്രിക്കൽ ഇനേർഷ്യ. മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? എബിലിറ്റി ഓഫ് വൺ കോയിൽ ടു പ്രൊഡ്യൂസ് an EMF in an nearby coil by induction when the current in the first coil changes. ഒന്നാമത്തെ കോയിലിൽ കറണ്ട് ചേഞ്ച് ആകുന്ന സമയത്ത് രണ്ടാമത്തെ കോയിലിൽ അല്ലെങ്കിൽ തൊട്ടപ്പുറത്തെ കോയിലിൽ EMF ഇൻഡ്യൂസ് ചെയ്യാൻ ഉള്ള ആ ഒരു കോയിലിൻ്റെ കഴിവിനെയാണ് നമ്മൾ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്ന് പറയുക. അപ്പോൾ ഒരു കോയിൽ ഇവിടെ ഉണ്ട്, ഈ കോയിൽ തൊട്ടപ്പുറത്തെ കോയിലിൽ EMF ഇൻഡ്യൂസ് ചെയ്യും. എപ്പോൾ നമ്മുടെ ഈ കോയിൽ കൂടെ കറണ്ടിൻ്റെ അളവിൽ ചേഞ്ച് വരികയാണെങ്കിൽ, അപ്പോൾ അതിന് ആ ഒരു പ്രോപ്പർട്ടി ഈ ഒരു കോയിലുണ്ടെന്നുണ്ടെങ്കിൽ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്ന് പറയും. ഡെഫിനേഷൻ നോക്കുക. ഓക്കെ. പിന്നെ കോഎഫിഷ്യൻ്റ് ഓഫ് കപ്ലിംഗ് എന്താണ്? കോഎഫിഷ്യൻ്റ് ഓഫ് കപ്ലിംഗ് അതിൻ്റെ ഡെറിവേഷൻ എക്സാമിന് ചോദിക്കാറുണ്ട്. കോഎഫിഷ്യൻ്റ് ഓഫ് കപ്ലിംഗ് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് കപ്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല. കപ്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടെണ്ണം തമ്മിൽ കപ്പിൾ ചെയ്യുക. നമ്മളെപ്പോഴും രണ്ട് കോയിലുകൾ തമ്മിൽ മാഗ്നറ്റിക് കപ്ലിംഗ് എന്ന് പറയുന്ന സംഭവമുണ്ട്. ഇലക്ട്രിക്കൽ കണക്ഷൻ ഇല്ലെങ്കിൽ പോലും അവർ തമ്മിൽ മാഗ്നറ്റിക്കലി ഒരു കണക്ഷൻ ഉണ്ട്. രണ്ട് പേരും തമ്മിൽ ടച്ച് ചെയ്യുന്നില്ല,
പക്ഷെ അവർ തമ്മിൽ നമ്മളങ്ങനെ പറയില്ല, രണ്ടുപേരും തമ്മിൽ ആന്തരികമായ അവരുടെ മനസ്സ് തമ്മിലുള്ള ഒരു കണക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ മാഗ്നറ്റിക്കലി ഒരു കണക്ഷൻ ഉണ്ട്, ഇലക്ട്രിക്കലി തൊട്ടുകൊണ്ടുള്ള ഒരു കണക്ഷൻ ഇല്ല. അപ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് കപ്ലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ 2 മാഗ്നറ്റിക്കലി കപ്പിൾഡ് കോയിലുകൾ എടുക്കുക. ഒരു കോയിലിൻ്റെ പേര് എ ആണ്, മറ്റേ കോയിലിൻ്റെ പേര് ബി ആണ്. അപ്പോൾ ഇവിടെ ഒരു കോയിലുണ്ട് എ എന്ന് പറയുന്ന കോയിൽ, ഇപ്പുറത്ത് വേറൊരു കോയിലുണ്ട് ബി എന്ന് പറയുന്ന കോയിൽ. ഈ 2 കോയിലും തമ്മിൽ പരസ്പരം യാതൊരു കണക്ഷനും ഇല്ല, പക്ഷേ ഇവരെന്താണ്, മാഗ്നറ്റിക്കലി കപ്പിൾഡാണ്. മാഗ്നറ്റിക്കലി പറ്റി എന്തൊരു കപ്പിളിംഗ് ഉണ്ട്, ഇവർ തമ്മിലൊരു ബന്ധമുണ്ട്. അതായത് ടച്ചിങ് ഒന്നുമില്ല, പക്ഷേ അവർ മാഗ്നറ്റിസം വെച്ച് എന്തോ കണക്ഷൻ ഉണ്ട്. ഈ ഒന്നാമത്തെ ഇതിൽ ചുറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് N1 ചുറ്റുകളുണ്ട്, രണ്ടാമത്തേൽ N2 ചുറ്റുകളുണ്ട്. ഓക്കെ, ഈ 2 കോയിലുകളുടെയും നീളം എന്ന് പറയുന്നത് L ആണ്, അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് A ആണ്. നീളം എന്ന് പറയുന്നത് L ആണ്, ഏരിയ എന്ന് പറയുന്നത്, ആ കോയിലിൻ്റെ ഏരിയ എന്ന് പറയുന്നത് A ആണ്. ഓക്കെ, കാര്യത്തിലേക്ക് കിടക്കാം. അങ്ങനെയാണെങ്കിൽ ഇവരുടെ സെൽഫ് ഇൻഡക്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ എന്താണെന്നില്ല, നമുക്ക് ഒരു കാര്യം നിങ്ങൾ പഠിച്ചു വയ്ക്കണം. സെൽഫ് ഇൻഡക്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ N² / S ആണ്. ഇത് പഠിച്ചു വയ്ക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷനാണ്. N എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കോയിലിൻ്റെ സെൽഫ് ഇൻഡക്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ആ കോയിൽ എത്ര ടേൺസ് ഉണ്ട്, ആ ടേണുകളുടെ സ്ക്വയർ / റിലക്റ്റൻസ് S. അപ്പോൾ റിലക്റ്റൻസ് കാണാൻ മറ്റൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, L/μA. R = ρL/A പറഞ്ഞതുപോലെ S = L/μA. മ്യൂക്ക് പകരം μ0 μr എന്ന് പറയുമ്പോൾ μ0 μr. അപ്പോൾ ഈ ഇക്വേഷൻ എങ്ങനെ വരും, L = N² L/μ0 μr. അതാണ് ഇവിടെ എഴുതി വെച്ചത്. അപ്പോൾ L1 എന്ന് പറയുന്ന ഒന്നാമത്തെ കോയിൽ എ എന്ന് പറയുന്ന കോയിലിൻ്റെ L2 എന്ന് പറഞ്ഞ രണ്ടാമത്തെ കോയിലിൻ്റെ N, അതിനെങ്ങനെയും പറയാം. അപ്പോൾ L1 L2 നമ്മൾ എഴുതി വെച്ചു. ഓക്കെ അല്ലേ? യെസ്. L1 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കോയിൽ N1 ടേൺസ്, രണ്ടാമത്തെ N2 ടേൺസ് ആക്കി, അപ്പോൾ അങ്ങനെ വാല്യൂ കൊടുത്തു. ഓക്കെ ആണോ? യെസ്. ഇനി ഈ ഒന്നാമത്തെ കോയിലിൽ കൂടെ നമ്മളൊരു കറണ്ട് കടത്തി വിട്ടു, I1 എന്ന് പറയുന്ന കറണ്ട് കടത്തി വിട്ടു. അപ്പോൾ ആ കോയിൽ Φ1 എന്ന് പറയുന്ന ഫ്ലക്സ് ഉണ്ടായി. ഈ ഫ്ലക്സ് നമ്മുടെ തൊട്ടപ്പുറത്ത് വെച്ചിട്ടുള്ള കോയിലിൽ ലിങ്ക് ചെയ്യുന്നുണ്ട്. കറണ്ട് പോയത് ഇതിലാണ്, പക്ഷേ ഈ ഫ്ലക്സ് ഈ കോയിൽ മാത്രമല്ല തൊട്ടപ്പുറത്ത് വെച്ചിരിക്കുന്ന കോയിലും എന്ത് ചെയ്യുന്നുണ്ട്, ലിങ്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഫ്ലക്സ് മുഴുവനായിട്ട് ലിങ്ക് ചെയ്യുന്നില്ല, അതിൻ്റെ ഒരു K ടൈംസ്, K എന്ന് പറയുന്ന പോർഷൻ, അത് K എന്ന് പറഞ്ഞാൽ അരയാകാം, മുക്കാലാകാം, എത്രയാകാം, K എന്ന് പറയുന്ന ഭാഗം. അപ്പോൾ Φ1ൻ്റെ K എന്ന് പറയുന്ന ഭാഗം എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ നിന്ന് ഇവിടേക്ക് ലിങ്ക് ചെയ്യുന്നുണ്ട്, രണ്ടാമത്തെ കോയിലായിട്ട് ലിങ്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ കോയിൽ Φ1 മുഴുവനായിട്ടും, രണ്ടാമത്തെ കോയിൽ അതിൻ്റെ K ഭാഗം, K പാർട്ട് എന്ത് ചെയ്യുന്നുണ്ട്, രണ്ടാമത്തെ കോയിലും ലിങ്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫ്ലക്സ് Φ1 പ്രൊഡ്യൂസ്ഡ് ഇൻ എ ഡ്യൂ ടു കറണ്ട് I1 ആംബിയേഴ്സ്. അപ്പോൾ ആ അതേ കോയിലുണ്ടാകുന്ന ഫ്ലക്സ് കാണാനുള്ള ഇക്വേഷൻ എന്താ, നമുക്കറിയാം. ഫ്ലക്സ് കാണാനുള്ള ഇക്വേഷൻ ഇങ്ങനെ ഇക്വേഷൻ ഉണ്ട്, ആംബിയർ ടേൺ ബൈ റിലക്റ്റൻസ് അല്ലേ? ഏത് ഇക്വേഷനാ? ഫ്ലക്സ് = MMF ബൈ റിലക്റ്റൻസ്. ഏതുപോലെ? കറണ്ട് = EMF ബൈ റെസിസ്റ്റൻസ്. അപ്പോൾ MMF കാണാനുള്ള ഇക്വേഷൻ എന്താ, ആംബിയർ ടേൺ NI ആണ്. റിലക്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ എന്താ, L/μ0 μr. അപ്പോൾ ഒന്നാമത്തെ ടേൺ, ഒന്നാമത്തെ കോയിലിൽ ആ കോയിലിൽ കൂടെ തന്നെ പോകുന്ന കറണ്ട് കാരണമുള്ള ഫ്ലക്സ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ Φ1 = N1 × I1 / L/μ0 μr. തർക്കമൊന്നുമില്ലല്ലോ? ഇല്ല. രണ്ടാമത്തെ കേസ്, ഈ Φ1ൻ്റെ ഇപ്പം നമ്മൾ കണ്ടുപിടിച്ച Φ1ൻ്റെ ഒരു K ടൈംസ്, അപ്പോൾ ആ Φ1 × K അത്രയും പോർഷൻ എന്ത് ചെയ്യുന്നുണ്ട്, രണ്ടാമത്തെ കോയിലുമായിട്ട് ലിങ്ക് ചെയ്യുന്നുണ്ട്. അതാണ് ഇവിടെ എഴുതിയത്. സപ്പോസ് എ ഫ്രാക്ഷൻ K1 ഓഫ് ദിസ് ഫ്ലക്സ് ഇസ് ലിങ്ക്ഡ് വിത്ത് കോയിൽ B. അങ്ങനെയാണെങ്കിൽ M = അതായത് കോഎഫിഷ്യൻ്റ് ഓഫ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ എന്താ, നമ്മുടെ കോഎഫിഷ്യൻ്റ് ഓഫ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Φ1 N2/I1 ആണ്. ഇവിടെ Φ1 എന്ന് പറഞ്ഞാൽ Φ1 മുഴുവനല്ല, K ടൈംസ് Φ1 ആണ്, K ടൈംസ് Φ1. അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം, K Φ1 × N2/I1 മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, Kയുടെ വാല്യൂ 1 അതിൽ താഴെയോ ആവാം. അപ്പോൾ നമ്മുടെ Φ1 എന്ന് പറയുന്ന ഫ്ലക്സിൻ്റെ K ടൈംസ് ആണ് എന്ത് ചെയ്യുന്നത്, സെക്കൻഡ് കോയിലിലേക്ക്
അഥവാ ബി എന്ന് പറയുന്ന കോയിലിലേക്ക് ലിങ്ക് ആകുന്നത്. ആ ബി എന്ന് പറയുന്ന കോയിലുള്ള ടേൺസിൻ്റെ എണ്ണമാണ് N2. അപ്പോൾ ആ ഫ്ലെക്സിൻ്റെ ടേൺസിൻ്റെ എണ്ണം N2 ഡിവൈഡഡ് ബൈ കറണ്ട് നമ്മൾ ഏത് കോയിലിൽ കൂടെ കടന്നു പോയ കറണ്ട് കാരണമാണ്, ഒന്നാമത്തെ കോയിൽ കറണ്ട് കടന്നു പോയത് കാരണമാണ്. അതുകൊണ്ട് I1. അപ്പോൾ അടിയിൽ I1 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കോയിൽ കൂടെ കടന്നു പോകുന്ന കറണ്ട്. K1 ∅1 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കോയിൽ കൂടെ കറണ്ട് കടന്നു പോയപ്പോൾ ഉണ്ടായ ∅1 എന്ന് പറയുന്ന ഫ്ലെക്സിൻ്റെ K1 ടൈംസ് അല്ലെങ്കിൽ K ടൈംസ്, നമ്മൾ K1 ടൈംസ് എന്ന് പറയാം, അത്രയുമാണ് രണ്ടാമത്തെ കോയിലുമായിട്ട് ലിങ്ക് ചെയ്യുന്നത്. രണ്ടാമത്തെ കോയിലിൻ്റെ ടേൺസിൻ്റെ എണ്ണമാണ് N2. അപ്പോൾ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്ന് പറഞ്ഞാൽ K1 ∅1 N2 by I1. അപ്പോൾ ഈ ഇക്വേഷനിൽ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ഫ്ലെക്സിൻ്റെ ∅1ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? M is equal to K1. അത് ചെയ്യുന്ന സമയത്ത് ∅1ന് പകരം എന്ത് കൊടുക്കുക? ഈ N1 I1 by L by mu0 mu r A എന്ന് പറയുന്ന ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് I1ഉം താഴെയുള്ള I1ഉം ക്യാൻസലായി ഫൈനൽ ഇക്വേഷൻ ഇപ്പോൾ കാണുന്ന പോലെ വരും. K1 N1 N2 by L by mu0 mu r A. അപ്പോൾ ഇത് ഒരു ഇക്വേഷനാണ് എമ്മിൻ്റെ. ഇത് നമ്മൾ നമ്പർ ഇട്ട് വയ്ക്കുക. രണ്ടാമത്തേത് ഇതേപോലെ സിമിലർലി ഫ്ലെക്സ് ∅2 പ്രൊഡ്യൂസ്ഡ് ഇൻ ദ കോയിൽ 2 അഥവാ B ഡ്യൂ ടു I2. അപ്പോൾ ഒന്നാമത്തെ കോയിൽ ഇവിടെ ഉണ്ട്, രണ്ടാമത്തെ കോയിൽ ഇപ്പുറത്തുണ്ട്. അപ്പോൾ ഒന്നാമത്തെ കോയിൽ കൂടെയുള്ള കറണ്ടിന് I1 ആണ്. അത് കാരണം ഉണ്ടാകുന്ന ഫ്ലെക്സ് ∅1 ആണ്. ഈ ഫ്ലെക്സിൻ്റെ K1 ∅1 എവിടെ ലിങ്ക് ചെയ്യുന്നുണ്ട്? രണ്ടാമത്തെ കോയിൽ ലിങ്ക് ചെയ്യുന്നുണ്ട്. K1 I1 എന്ന് പറയുന്നത് രണ്ടാമത്തെ കോയിലിൽ ലിങ്ക് ചെയ്യുന്നുണ്ട്. K1 ∅1. അതേപോലെ ഇവിടെ ഈ കോയിലുണ്ടാകുന്ന കറണ്ടാണ് I2. അത് കാരണം ഇവിടെ ഉണ്ടാകുന്ന ഫ്ലെക്സാണ് ∅2. ഈ ∅2 എന്ന് പറയുന്ന ഫ്ലെക്സിൻ്റെ K2 ടൈംസ് ഏത് കോയിലായിട്ട് ലിങ്ക് ചെയ്യുന്നുണ്ട്? ഒന്നാമത്തെ കോയിലായിട്ട് ലിങ്ക് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ പറയുന്നത്. അങ്ങനെ ഈ കേസിലുള്ള മ്യൂച്വൽ ഇൻഡക്റ്റൻസും ഈ കേസിലുള്ള മ്യൂച്വൽ ഇൻഡക്റ്റൻസും രണ്ടിലുള്ള മ്യൂച്വൽ ഇൻഡക്റ്റൻസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളിവിടെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യത്തെ കേസിൽ ഫസ്റ്റ് കോയിൽ കാരണം രണ്ടാമത്തെ കോയിലേക്ക് ഉണ്ടാകുന്ന ഫ്ലെക്സിൻ്റെ അളവും അതുവഴി ആ കോയിലേക്ക് വരുന്ന മ്യൂച്വൽ ഇൻഡക്റ്റൻസും നമ്മൾ എഴുതി വെച്ചു. അതേപോലെ രണ്ടാമത്തെ കോയിൽ കാരണം ഉണ്ടാകുന്ന ഫസ്റ്റ് കോയിലേക്ക് ഉണ്ടാകുന്ന ഫ്ലെക്സിൻ്റെ അളവ് കണ്ടുപിടിച്ചു. അതുപോലെ അവിടെ അതിൽ നിന്നും ഒരു മ്യൂച്വൽ ഇൻഡക്റ്റൻസിലുള്ള ഇക്വേഷൻ നമ്മൾ എഴുതി. അപ്പോൾ ഇക്വേഷൻ എഴുതുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാണ് വരുന്നത്? അതിനും ഒരു മ്യൂച്വൽ ഇൻഡക്റ്റൻസിൻ്റെ, അതാണ് ഇവിടെ ഒന്നാമത്തെ കേസിൽ പറഞ്ഞത്. ∅2 എന്ന് പറയുന്ന ഫ്ലെക്സ് I2 എന്ന് പറയുന്ന കറണ്ട് കടന്നു പോകുമ്പോൾ ഉണ്ടാകും. അപ്പോൾ ഉണ്ടാകുന്ന ആ ഫ്ലെക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ N2 I2 ഡിവൈഡഡ് ബൈ റിലക്റ്റൻസ് ആണ്, അഥവാ MMF ബൈ റിലക്റ്റൻസ് N2 I2 ഡിവൈഡ് ബൈ L ബൈ mu0 mu r A. എന്നിട്ട് അടുത്ത പേജിൽ നമ്മൾ എഴുതി അതിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു K2 ഫ്രാക്ഷൻ, ആ ∅2 എന്ന് പറയുന്ന ഫ്ലെക്സിൻ്റെ ഒരു K2 ഫ്രാക്ഷൻ ഏതുമായിട്ട് ലിങ്ക് ചെയ്യുന്നുണ്ട്? ആ ഒന്നാമത്തെ കോയിലുമായിട്ട് എയുമായിട്ട് ലിങ്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് മ്യൂച്വൽ ഇൻഡക്ഷൻ നമ്മൾ എന്ത് പറയും? മ്യൂച്വൽ ഇൻഡക്റ്റൻസ് നമുക്ക് കിട്ടുന്നത് M is equal to K2 ∅2 N1 by I2. K2 ∅2 N1 by I2. അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് ചെയ്തു? നേരത്തെ കിട്ടിയ ∅2ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നേരത്തെ കിട്ടിയ ∅2ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇക്വേഷൻ എങ്ങനെ കിട്ടും? M is equal to K2 N1 N2 by L by mu0 mu r A. നമ്മളിത് നോക്കിയാൽ മതി സിമ്പിളായിട്ട്. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസും നമ്മൾ എന്ത് ചെയ്യുക? അപ്പോൾ കിട്ടിയ രണ്ട് മ്യൂച്വൽ ഇൻഡക്റ്റൻസിന് രണ്ട് ഇക്വേഷൻ കിട്ടി. അത് രണ്ടും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കോമൺ ഇക്വേഷൻ ഉണ്ടാക്കാനാണ്. അപ്പോൾ നമുക്ക് രണ്ട് LHS ചെയ്യുമ്പോൾ എമ്മും M² കിട്ടി. RHS ചെയ്യുമ്പം K2ഉം K1ഉം ഇവിടെ അല്ല, മറ്റേ വേറെ ഇക്വേഷൻ അപ്പോൾ K2ഉം K1ഉം ഉണ്ട്. അതേപോലെ തന്നെ N1 N2 ഉണ്ടാവും. അപ്പോൾ N1 രണ്ട് പ്രാവശ്യം N1², N2 രണ്ട് പ്രാവശ്യം N2². അടിയിൽ രണ്ട് L by mu0 mu r ഉണ്ട്. അത് ഇതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. സോ M² is equal to K1 K2 N1² by L by mu0 mu r into N2² by L by mu0 mu r. നമുക്കറിയാം N1² by L by mu0 mu r എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? L1 ഈക്വലാണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് L1 ഈക്വലാണ്. സോ ഇതിന് പകരം L1 എന്നും പ്രത്യേകിന് പകരം L2 എന്നും പറയാം. സോ M² is equal to K1 K2 L1 L2. അപ്പോൾ M is equal to ആണെങ്കിൽ നമ്മൾ അപ്പുറത്ത് റൂട്ട് ഇട്ട് എടുക്കുക. റൂട്ട് ഓഫ് K1 K2 L1 L2. ഈ റൂട്ട് K1 K2 എന്നുള്ളതിനെ നമുക്കൊരു കോൺസ്റ്റൻ്റ് ആയിട്ട് വിളിക്കാം, K എന്ന് വിളിക്കാം. സോ ഇക്വേഷൻ വരും K റൂട്ട് L1 L2.
ഇക്വേഷൻ ഇസ് കെ റൂട്ട് L1 L2. ഈ പറയുന്ന കെ എന്ന് പറയുന്ന സംഭവത്തിനെ വിളിക്കുന്ന പേരാണ് കോഎഫിഷ്യൻ്റ് ഓഫ് കപ്ലിംഗ് എന്ന് പറയുന്നത്. സോ കോഎഫിഷ്യൻ്റ് ഓഫ് കപ്ലിംഗ് കാണണമെങ്കിൽ എം ഡിവൈഡഡ് ബൈ റൂട്ട് L1 L2 എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ടാക്കാം. അതായത് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് പ്രോഡക്റ്റ് ഓഫ് സെൽഫ് ഇൻഡക്റ്റൻസസ്. അങ്ങനെ നമുക്ക് ഡ്രൈവ് ചെയ്യാം. ഈ കെയുടെ വാല്യൂ നമ്മളിപ്പോൾ ഈ പറഞ്ഞ കെയുടെ വാല്യൂ 1 ആണെന്ന് വിചാരിക്കുക. അതേപോലെ കെയുടെ വാല്യൂ ചിലപ്പോൾ 0യും ആവാം. കെയുടെ വാല്യൂ 1 ആണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ രണ്ട് കോയിലുകളും തമ്മിൽ മാഗ്നറ്റിക്കലി പെർഫെക്റ്റ്ലി ലിങ്ക്ഡ് ആണ്, മുഴുവൻ ടൈറ്റ്ലി കപ്പിൾഡ് എന്ന് പറയാം. നന്നായിട്ട്, അതായത് ഒന്നാമത്തെ കോയിൽ ഉണ്ടാക്കുന്ന ഫ്ലക്സ് മുഴുവനായിട്ടും രണ്ടാമത്തെ കോയിലേക്ക് എത്തുന്നുണ്ട്. നമ്മളൊരു കെ ടൈംസ് എന്ന് പറഞ്ഞില്ലേ, ആ കെയുടെ വാല്യൂ 1 ആണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ കോയിൽ ഉണ്ടാക്കുന്ന ഫുൾ ഫ്ലക്സും രണ്ടാമത്തെ കോയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് ടൈറ്റ്ലി കപ്പിൾഡാണ്, കെയുടെ വാല്യൂ 1 ആണ്. കെ ഈക്വൽ ടു 0 ആണെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഒന്നാമത്തെ കോയിൽ ഉണ്ടാക്കുന്ന ഫ്ലക്സ് ഒറ്റൊന്നു പോലും എവിടെ എത്തിയില്ല, രണ്ടാമത്തെ കോയിലെത്തിയില്ല. അത് ലൂസ്ലി കപ്പിൾഡ് എന്നതിനെ പറയുക, അല്ലെങ്കിൽ നമ്മൾ പറയും മാഗ്നറ്റിക്കലി ഐസൊലേറ്റഡ് എന്നാണ് പറയുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ ഇത് കാണുമ്പോൾ വലിയൊരു വില്ലനായിട്ട് തോന്നും ഈ ഡെറിവേഷൻ. സംഭവം വളരെ സിമ്പിളാണ്. ഇതിൻ്റെ ഡെറിവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ എളുപ്പമുള്ള സംഭവമാണ് കോഎഫിഷ്യൻ്റ് ഓഫ് കപ്ലിങ്ങിൻ്റെ ഡെറിവേഷൻ. അത് ഒരു പ്രാവശ്യം എഴുതി നോക്കും, 2 തവണ എഴുതി നോക്കിയാൽ മതി, അപ്പോൾ തന്നെ കിട്ടാവുന്നതാണ്. അപ്പോൾ എന്താണെന്നുള്ള ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻസ് ഒന്ന് ജസ്റ്റ് നോക്കി വെക്കുക. 1-2 വട്ടം ചെയ്യുമ്പോൾ ഇത് ബൈഹാർട്ട് ചെയ്യാം. നമ്മൾ കാണുമ്പോൾ വലിയ വില്ലനായിട്ട് തോന്നും, പക്ഷേ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് ഇത് വെറുതെ കളയരുത് എന്നുള്ളതാണ് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. കോഎഫിഷ്യൻ്റ് ഓഫ് കപ്ലിങ്ങിൻ്റെ ഡെറിവേഷൻ ചോദിക്കാറുണ്ട്. ഇപ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് കപ്ലിംഗ് എന്താണെന്ന് മാത്രം ചോദിക്കും. കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. അടുത്തത് മാഗ്നറ്റിക് ഹിസ്റ്ററിസിസ് ആണ്. മാഗ്നറ്റിക് ഹിസ്റ്ററിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു നോട്ടിൽ കുറേ കാര്യങ്ങൾ എഴുതിയാൽ നിങ്ങൾക്ക് വായിച്ചു വെക്കാൻ വേണ്ടി മാത്രം എഴുതിയതാണ്. അപ്പോൾ എന്താണ് സംഭവം എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഒന്നുമില്ല, നമ്മൾ ഇപ്പോൾ ഒരു മാഗ്നറ്റിക്, ഇവിടെ ഒന്നാമത് എഴുതിയ പോയിന്റ് എന്താ, നിർബന്ധമായിട്ടും വായിച്ചു നോക്കുക. വെൻ എ മാഗ്നറ്റിക് മെറ്റീരിയൽ ഇസ് സബ്ജക്റ്റഡ് ടു എ സൈക്കിൾ ഓഫ് മാഗ്നറ്റൈസേഷൻ, that is magnetized in one direction and then in the other direction. നമ്മൾ സാധാരണ എ സി ഒക്കെ കൊടുക്കുമ്പോഴാണ് ആദ്യം ഇങ്ങനെ എ സി ഇങ്ങനെ കൊടുക്കുക. ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇങ്ങനൊരു ഫ്ലക്സ് ഉണ്ടായി, പിന്നെ എ സി ഇങ്ങനെ, അപ്പോൾ അടുത്ത ഹാഫ് സൈക്കിൾ വരുമ്പോൾ നെക്സ്റ്റ് ഹാഫ് സൈക്കിളിൽ നെഗറ്റീവ് ഫ്ലക്സ് ഉണ്ടായി. അപ്പോൾ മാഗ്നറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ ആദ്യം പോസിറ്റീവായിട്ട് മാഗ്നറ്റൈസേഷൻ, പിന്നെ നേരെ നെഗറ്റീവായിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മാഗ്നറ്റിക് റിവേഴ്സൽ എന്നാണ് പറയുക. ഈ രീതിയിൽ മാഗ്നറ്റിക് മെറ്റീരിയലിലേക്ക് സൈക്കിൾ ഓഫ് മാഗ്നറ്റൈസേഷൻ അഥവാ മാഗ്നറ്റൈസ് ഇൻ വൺ ഡയറക്ഷൻ ദെൻ ഇൻ അതർ ഡയറക്ഷൻ വരികയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത് അത് നമ്മുടെ ഈ മാഗ്നറ്റൈസിങ് ഫോഴ്സിനെ ലാഗ് ചെയ്യും. മാഗ്നറ്റൈസിങ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു മെറ്റീരിയലിനെ കാന്തമാക്കി മാറ്റാൻ കൊടുക്കുന്ന ആ മാഗ്നറ്റിസത്തിനെയാണ് മാഗ്നറ്റൈസിങ് ഫോഴ്സ് എന്ന് പറയുക. അങ്ങനെ മാഗ്നറ്റൈസിങ് ഫോഴ്സ് കൊടുത്ത് ഉള്ളിലുണ്ടാക്കുന്ന മാഗ്നറ്റിസത്തിനെയാണ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ബി എന്ന് പറയുക. അങ്ങനെ ഉണ്ടായ ബി നമ്മൾ കൊടുത്ത എച്ചുമായിട്ട് ചെറുതായിട്ട് ലാഗ് ചെയ്യും. ഉണ്ടായ ബിയും കൊടുത്ത എച്ചുമായിട്ട് ചെറിയ ലാഗിങ് ഉണ്ട്, ചെറിയ ലാഗിങ് ഒരുമിച്ചല്ല വരുന്നത്. അപ്പോൾ ആ കാര്യമാണ് മാഗ്നറ്റിക് ഹിസ്റ്ററിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡെഫിനിഷൻ ചോദിച്ചാൽ ഈ കാര്യം എഴുതിയേക്ക് എന്താ? ഫിനോമിനൻ ഓഫ് ലാഗിങ് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ബി ബിഹൈൻഡ് എ മാഗ്നറ്റൈസിങ് ഫോഴ്സ് എച്ച് ഇൻ എ മാഗ്നറ്റിക് മെറ്റീരിയൽ സബ്ജക്റ്റഡ് ടു സൈക്കിൾസ് ഓഫ് മാഗ്നറ്റൈസേഷൻ. അതായത് ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ ഉണ്ട്, ആ മാഗ്നറ്റിക് മെറ്റീരിയലിലേക്ക് സൈക്കിൾ ഓഫ് മാഗ്നറ്റൈസേഷൻ, പോസിറ്റീവ് നെഗറ്റീവ് അങ്ങനെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യുന്ന മാഗ്നറ്റൈസേഷൻ അത് കൊടുക്കുകയാണെങ്കിൽ ലാഗിങ് ഓഫ് ബി ബിഹൈൻഡ് എച്ച്, ബി എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി, ലാഗിങ് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ബിഹൈൻഡ് എച്ച്, എച്ച് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റൈസിങ് ഫോഴ്സ് ഓർ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത്. അപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ ഗ്രാഫാണ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബി എച്ച് കർവിൻ്റെ ഗ്രാഫ് ഹൊറിസോണ്ടൽ ആക്സിസിൽ എച്ച് ആണ് മാഗ്നറ്റൈസിങ് നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ്, വെർട്ടിക്കൽ ആക്സിസിൽ അവിടെ ഉണ്ടാകുന്ന ബി എന്ന് പറയുന്നത്. അപ്പോൾ കൊടുക്കുന്ന ഫോഴ്സ്, കൊടുക്കുന്ന മാഗ്നറ്റിസം, അതിലുണ്ടാകുന്ന മാഗ്നറ്റിസം എന്ത് സംഭവിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഇവിടെ 0-യിലായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എച്ച് കൂട്ടുന്നതിനനുസരിച്ച് ബിയും കൂടി ഇങ്ങനെ വരും. എന്തിനിങ്ങനെ ഈ പോയിന്റിൽ നമ്മൾ സാച്ചുറേറ്റഡ് ആവും, ബി മാക്സിമത്തിലേക്ക് എത്തും. അതാണ് ഇവിടെ കാണിച്ചത്. അങ്ങനെ ബി മാക്സിമം അങ്ങനെ സാച്ചുറേറ്റഡ് ആയി. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും എച്ച് കുറച്ചാൽ, അപ്പോൾ ഇതിങ്ങനെ പോയത്, എച്ച് എങ്ങനെ വന്നത് ഇങ്ങനെ ഇങ്ങോട്ട്, ഇത് മാഗ്നറ്റൈസ് ചെയ്തപ്പോൾ ഇങ്ങനെ, എച്ച് കൂട്ടിയപ്പോൾ ഇങ്ങനെ പോയത്, ബി ഉണ്ടായത്. അതായത് എച്ച് കൂട്ടിയപ്പോൾ ബി ഉണ്ടായി, ബി കൂടി വന്നു, പിന്നെ ഒരു സാച്ചുറേറ്റഡ് ആയി പെർട്ടിക്കുലർ പോയിൻ്റായി, പിന്നെ എച്ച് കൂട്ടിയിട്ട് ബി കൂടുന്നില്ല. അപ്പോൾ ശരിക്കും അത് റിട്ടേൺ പാത്ത് എങ്ങനെ ഉണ്ടാവുക? ഇനി അതായത് എച്ച് കുറച്ചാൽ, എച്ച് കുറക്കുമ്പോൾ അതേ പാത്തിൽ കൂടെ വരണം,
ബി കുറയണം. പക്ഷേ ഇതങ്ങനെയല്ല. എച്ച് കുറക്കുന്ന സമയത്ത് ബി കുറയും, പക്ഷേ ഇങ്ങനെ കുറയാം. എച്ച് കുറക്കുന്ന സമയത്ത് ബി കുറയും, പക്ഷേ എങ്ങനെ കുറയണം? ഇങ്ങനെ കുറയാം. നേരത്തെ എച്ച് 0 ആയിരുന്നപ്പോൾ ബി 0 ആയിരുന്നു. പക്ഷേ ഇവിടെ എച്ച് തിരിച്ച് നമ്മൾ എന്ത് ചെയ്തു? എച്ച് കുറച്ചു, 0-ലെത്തി. പക്ഷേ ബി എന്ത് ചെയ്തില്ല? കുറഞ്ഞില്ല. നിങ്ങൾ നോക്കുക, ഇവിടെ എച്ച് കുറച്ചത് അതിൽ കൂടെ ഇങ്ങനെ 0-ലെത്തി. പക്ഷെ ബി കുറഞ്ഞില്ല. ബി ഇത്രയും പോർഷൻ ഇവിടെ ഉണ്ട്. ആ ബി കുറഞ്ഞില്ല, ഫ്ലക്സ് ഡെൻസിറ്റി കുറഞ്ഞില്ല. അതായത് മാഗ്നറ്റൈസിങ് ഫോഴ്സ് നമ്മളിവിടെ കുറച്ച് 0-ൽ എത്തിച്ചിട്ട് പോലും അതിലുണ്ടാകുന്ന ഫ്ലക്സിൻ്റെ അളവ് 0 ആയിട്ടില്ല. ഫ്ലക്സിൻ്റെ അളവ് അവിടെ റീറ്റെയിൻ ചെയ്തു. അതിനെ റിറ്റൻറ്റിവിറ്റി എന്നാണ് പറയുക. അപ്പം റിറ്റൻറ്റിവിറ്റി അല്ലെങ്കിൽ റെസിഡുവൽ ഫ്ലക്സ് എന്ന് പറയും. എന്താ റെസിഡുവൽ ഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? റെസിഡുവൽ ഫ്ലക്സ് ഇസ് ദ റെസിഡുവൽ മാഗ്നറ്റിസം റിമെയിൻഡ് ഇൻ ദ മാഗ്നറ്റിക് മെറ്റീരിയൽ ഈവൻ വെൻ ദ മാഗ്നറ്റൈസിങ് ഫോഴ്സ് ഇസ് റെഡ്യൂസ്ഡ് ടു 0. മാഗ്നറ്റൈസിങ് ഫോഴ്സ് 0 ആയിട്ട് റെഡ്യൂസ് ചെയ്യുമ്പോൾ പോലും ആ മാഗ്നറ്റിക് മെറ്റീരിയൽ റിമെയിൻ ചെയ്തിട്ടുള്ള ഫ്ലക്സ് ഡെൻസിറ്റിയുടെ അളവിനെയാണ് റെസിഡുവൽ ഫ്ലക്സ് എന്ന് പറയുക. ഇങ്ങനെ ഫ്ലക്സ് ഡെൻസിറ്റിയെ നിലനിർത്താനുള്ള ആ മാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ കഴിവിനെയാണ് റീറ്റൻറ്റിവിറ്റി എന്ന് പറയുക. ഇറ്റ് ഇസ് എബിലിറ്റി ഓഫ് ദ മാഗ്നറ്റിക് മെറ്റീരിയൽ ടു റീറ്റെയിൻ ഇറ്റ്സ് റെസിഡുവൽ ഫ്ലക്സ്. അതിനെന്താ പറയുക? റീറ്റൻറ്റിവിറ്റി. വീണ്ടും നമുക്ക് ആ ഫ്ലക്സ് ഡെൻസിറ്റിയെ 0 ആക്കണം എന്ന് വിചാരിക്കുക. ഫ്ലക്സ് ഡെൻസിറ്റിയെ 0 ആക്കാൻ വീണ്ടും നെഗറ്റീവ് ഡയറക്ഷനിൽ, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമ്മൾ എച്ച് കൊടുത്തു. അവിടെ നമുക്ക് എച്ച് നെഗറ്റീവാണ്. ലെഫ്റ്റ് സൈഡിലേക്ക് എച്ച് നെഗറ്റീവ് കൊടുത്തു. ഇങ്ങനെ എച്ച് നെഗറ്റീവ് കൊടുത്തപ്പോഴും അവിടെ എന്തായി മാറി? എച്ച് നെഗറ്റീവ് കൊടുത്ത് ഇവിടെ കുറേ ഇത്രയും കൊടുത്തു എന്ന് പറഞ്ഞാൽ എത്ര ഏരിയ എച്ച് ഇത്രയും പോർഷൻ കൊടുത്തപ്പോഴാണ് ഇതെന്ത് ചെയ്തത്? 0 ആകാൻ തുടങ്ങിയത്. ഇങ്ങനെ 0 ആയി. സോ എന്താണ് ഈ എച്ച്? ഇങ്ങനെ 0 ആക്കാൻ വേണ്ടി, ബീനെ 0 ആക്കാൻ വേണ്ടി നമ്മൾ കൊടുത്ത എച്ചിനെയാണ് കൊയേഴ്സീവ് ഫോഴ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ കൊയേഴ്സിവിറ്റി. സോ കൊയേഴ്സീവ് ഫോഴ്സ് ഓർ കൊയേഴ്സിവിറ്റി ഈസ് ദ negative or reverse magnetizing force which is given to the magnetic material in order to reduce the residual flux to 0. നമ്മുടെ മാഗ്നറ്റിക് മെറ്റീരിയലിൽ നമ്മൾ മാഗ്നറ്റൈസിങ് ഫോഴ്സ് 0 ആക്കിയിട്ട് പോലും അതിൻ്റെ ഉള്ളിൽ റെസിഡുവൽ ഫ്ലക്സ് കാരണം അതിൻ്റെ ഉള്ളിലുള്ള ഫ്ലക്സ് ഡെൻസിറ്റി 0 ആയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള റെസിഡുവൽ ഫ്ലക്സിനെ ഇല്ലാതാക്കി, ആ റെസിഡുവൽ ഫ്ലക്സിനെ ഇല്ലാതാക്കി 0 ആക്കാൻ നമ്മൾ മാഗ്നറ്റൈസിങ് ഫോഴ്സ് 0-ൽ നിന്ന് വീണ്ടും നെഗറ്റീവ് ഡയറക്ഷനിൽ ഇൻക്രീസ് ചെയ്ത് കൊടുക്കണം. അതിനെയാണ്, ആ കൊടുക്കുന്ന മാഗ്നറ്റൈസിങ് ഫോഴ്സിനെ, എച്ചിനെയാണ് നമ്മൾ എന്താ പറയുക? കൊയേഴ്സീവ് ഫോഴ്സ് എന്ന് പറയുക. അപ്പോൾ ഈ ഒരു ചിത്രത്തിൽ നമ്മൾ OB എന്ന് പറയുന്നതാണ് റെസിഡുവൽ ഫ്ലക്സിൻ്റെ അളവ്. അതേപോലെ ഈ ഒരു ചിത്രത്തിൽ OC എന്ന് പറയുന്നതാണ് റിറ്റൻറ്റിവിറ്റി അല്ലെങ്കിൽ കൊയേഴ്സിവിറ്റി അല്ലെങ്കിൽ കൊയേഴ്സീവ് ഫോഴ്സിൻ്റെ അളവ്. അപ്പോൾ OB എന്ന് പറഞ്ഞ മഞ്ഞ കളറിൽ കാണിച്ചത് റിറ്റൻറ്റിവിറ്റി അല്ലെങ്കിൽ റെസിഡുവൽ ഫ്ലക്സും, OC എന്നുള്ള നീല കളറിൽ കാണിച്ചത് കൊയേഴ്സീവ് ഫോഴ്സ് അല്ലെങ്കിൽ കൊയേഴ്സിവിറ്റിയുമാണ്. റിറ്റൻറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എച്ച് 0 ആക്കി കഴിഞ്ഞാലും അവിടെ ഉണ്ടാകുന്ന റെസിഡുവൽ ഫ്ലക്സ്. കൊയേഴ്സിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ അവിടെ ഉണ്ടായിട്ടുള്ള എച്ച് 0 ആക്കിയിട്ട് പോലും കുറയാത്ത റെസിഡുവൽ ഫ്ലക്സിനെ 0 ആക്കാൻ വേണ്ടി ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എച്ച് കൊടുക്കുക, നെഗറ്റീവ് ഡയറക്ഷനിൽ എച്ച് കൊടുക്കുക. അതിൻ്റെ അളവിനെയാണ് നമ്മൾ കൊയേഴ്സീവ് ഫോഴ്സ് അല്ലെങ്കിൽ കൊയേഴ്സിവിറ്റി എന്ന് പറയുക. വീണ്ടും സൈക്കിൾ റിപ്പീറ്റ് ചെയ്യും. പിന്നെ നമ്മൾ വീണ്ടും എന്ത് ചെയ്യും? ഈ രീതിയിൽ അത് പിന്നീട് വീണ്ടും കൂട്ടും. പിന്നീട് വീണ്ടും എച്ച് നെഗറ്റീവ് ഡയറക്ഷനിൽ കൂട്ടുമ്പോൾ എന്താ സംഭവിക്കുക? സാച്ചുറേഷനിലേക്ക് പോകും. പിന്നെ വീണ്ടും കുറയ്ക്കുമ്പോൾ അത് 0 ആവില്ല. വീണ്ടും കുറയ്ക്കുമ്പോൾ ഇവിടെ ഇത്രയും എന്ത് വരുന്നുണ്ട്? റെസിഡുവൽ മാഗ്നറ്റിസം വരുന്നുണ്ട്. അപ്പോൾ എച്ച് വീണ്ടും നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ അഥവാ പോസിറ്റീവ് എച്ച് ആയിട്ട് കൂട്ടും. അപ്പോൾ ഇത് 0 ആയിട്ട് മാറും. അപ്പോൾ അതിനെടുക്കുന്ന ഫോഴ്സിനെ കൊയേഴ്സീവ് ഫോഴ്സ് എന്ന് പറയും. വീണ്ടും നമ്മൾ ഇൻക്രീസ് ചെയ്തും ഇങ്ങനെ സൈക്കിൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യും. ഓക്കെ, സോ ദിസ് ഈസ് മാഗ്നറ്റിക് ഹിസ്റ്ററിസിസ്, ഈ ലാഗിങ് ഓഫ് ബി ബിഹൈൻഡ് എച്ച്. അപ്പോൾ അതിൻ്റെ നോട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് സ്ക്രീൻഷോട്ടായിട്ട് എടുത്ത് വെച്ചാൽ ഈ നോട്ട് ഉപകാരപ്പെടും. ഓക്കെ, ഇതിൻ്റെ കാര്യം ഇതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ആ വരച്ച ആ ഒരു ഫിഗറിനെയാണ് നമ്മൾ ഹിസ്റ്ററിസിസ് ലൂപ്പ് എന്ന് പറയുക. ഓക്കെ.